dear friends, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിഷു സ്പെഷ്യൽ പായസം റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. ഈ വർഷം ആഘോഷങ്ങളൊന്നുമില്ല, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് മത്തങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തേങ്ങാക്കൊത്ത് കളറൊന്ന് ചേഞ്ചായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചേർക്കാം. അടുത്തതായിട്ട് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവണ്ട. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് അതേ നെയ്യിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മത്തങ്ങയുടെ സ്കിന്ന് മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല, കുറച്ച് സ്കിന്നോട് കൂടെ തന്നെയാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ നെയ്യിൽ ഇതിങ്ങനെ വഴറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടെ പണിയൊന്ന് എളുപ്പാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്താലും മതി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ പിടിക്കും. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും മത്തങ്ങ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്തതാണ്. അപ്പോൾ ഡാർക്ക് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാട്ടോ കളറൊക്കെ ഇങ്ങനെ. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. നമ്മൾ വെള്ളത്തിൽ മത്തങ്ങ നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ റെഡിയായി കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. മത്തങ്ങ നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. മാത്രമല്ല പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൈ എടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയാൽ പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. 3 കപ്പ് രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വരട്ടിയെടുത്ത മത്തങ്ങ ഈ രണ്ടാം പാലുമായിട്ട് നന്നായിട്ട് മിക്സായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ചവ്വരി ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചവ്വരി പായസത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചവ്വരി വേവിക്കുന്ന വിധമൊക്കെ കഴിഞ്ഞ പായസത്തിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നേന്ത്രപ്പഴം പരിപ്പ് പായസം. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയാവും. രണ്ടാം പാൽ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത്. പായസം ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കളറും നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ 1.5 കപ്പ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് രണ്ടാം പാലും 1.5 കപ്പ് ഒന്നാം പാലുമാണ്. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇടാം.
ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 3 ഏലക്കായ ചതച്ചത്, ഒരു നുള്ളുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പായസം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പൊടികളൊക്കെ പായസത്തിലേക്ക് ഡയറക്റ്റായിട്ട് ഇടുന്നതാണെങ്കിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വിഷു സ്പെഷ്യൽ മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ എന്നെ അറിയിക്കുകയും വേണം. അധികം പായസം റെസിപ്പീസ് ഒന്നുമില്ല നമ്മുടെ ചാനലിൽ. ഇതുവരെ ഞാൻ 2 പായസമാണ് മുന്നേ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പീസിനായിട്ട് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്